റാന്നി പെരുമ്പട്ടിയിലെ 140 വർഷം പഴക്കമുള്ള പട്ടയ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കണ്ടെത്തി പിണറായി സർക്കാർ. പെരുമ്പട്ടി പട്ടയത്തിന്റെ ഉത്തരവ് LDF സർക്കാർ പുറത്തിറക്കി. ഇതോടെ റാന്നി പെരുമ്പട്ടിയിലെ 649 കുടുംബങ്ങൾക്കാണ് ഉടൻ പട്ടയം ലഭിക്കുക. അതിസങ്കീർണമായ നിയമക്കുരുക്കുകൾ, 140 വർഷത്തിലധികമായി നീണ്ടുനിന്ന പട്ടയ പ്രശ്നം, റാന്നി മുൻ MLA രാജു അബ്രഹാം തുടങ്ങിവെച്ച പ്രവർത്തനങ്ങൾ നിലവിലെ MLA പ്രമോദ് നാരായണൻ ഏറ്റെടുക്കുകയായിരുന്നു. പട്ടയ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണാൻ മുഖ്യമന്ത്രി പിണറായി വിജയനും റവന്യൂ മന്ത്രി K രാജനും പൂർണ്ണ പിന്തുണ നൽകി. എന്റെ കയ്യിലുള്ളത് പെരുമ്പട്ടി പട്ടയത്തിന്റെ ഉത്തരവാണ്. ഒരുപക്ഷെ MLA നിലയിൽ കഴിഞ്ഞ 5 വർഷം ഏറ്റെടുത്ത പ്രവർത്തനങ്ങളിൽ ഏറ്റവും അഭിമാനം നൽകുന്ന, ചാരിതാർത്ഥ്യം നൽകുന്ന ഒന്നാണ് 140ലേറെ വർഷങ്ങളായി 3 തലമുറകൾ കാത്തിരുന്ന, സ്വന്തം മണ്ണിന്മേൽ അവകാശമില്ലാതെ പോയ മനുഷ്യർക്ക് ഒരു ജീവിത മുദ്രയാണ് പട്ടയം. നടപ്പാവില്ല, നടപ്പിലാക്കാൻ ഒരിക്കലും കഴിയില്ല എന്ന് കരുതി നിയമക്കുരുക്കുകൾപ്പെട്ട്, കോടതി വ്യവഹാരങ്ങളിൽപ്പെട്ട് തകർന്നു പോകും എന്ന് കരുതി പതറി നിന്നുപോയ മനുഷ്യരെ ചേർത്ത് പിടിച്ച് നടത്തിയൊരു പോരാട്ടം സഫലമായിരിക്കുന്നു. രണ്ടാം പിണറായി സർക്കാരിന്റെ കാലഘട്ടത്തിൽ ഡിജിറ്റൽ സർവേക്ക് തുടക്കം കുറിച്ചതാണ് ഏറെ നിർണായകമായത്. പെരുമ്പട്ടി നിവാസികളുടെ നേതൃത്വത്തിൽ പ്രമോദ് നാരായണൻ MLAക്ക് സ്വീകരണം നൽകി. അല്ലെങ്കിൽ ഈ മന്ത്രിസഭ ഇരിക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. അല്ലെങ്കിൽ ഞങ്ങൾ പറഞ്ഞു ഇനി നടക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞതാ. പിന്നെ വനത്തിൻ്റെ ഒരു വിഷയമായിരുന്നു. അപ്പോൾ അത് ഡിജിറ്റൽ സർവേ വന്നു, വനം മൊത്തം അവർ കളന്നു കൊടുത്തു. അവർക്ക് 8 വർഷത്തിലധികമായി പെരുമ്പട്ടിയിൽ നടത്തിയ പട്ടയ സമരത്തിന്റെ വിജയം കൂടിയാണ് പെരുമ്പട്ടി പട്ടയം. കൈരളി ന്യൂസ്, പത്തനംതിട്ട.